പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ LDFിൻ്റെ സ്ഥാനാർത്ഥി എ വിജയരാഘവനാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത്. ഒരു 30-35 വർഷത്തിന് ശേഷം വീണ്ടും പാലക്കാട്ടേക്ക് മത്സരിക്കാൻ വേണ്ടി എത്തുന്നു. എങ്ങനെയാണ് പ്രതീക്ഷ? ഇത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലക്കാട്ടെ സാധാരണ ജനങ്ങൾ പൊതുവെ ഇടതുപക്ഷ മനോഭാവം പുലർത്തുന്നവരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് അസാധ്യമായൊരു കാര്യമല്ല. മുമ്പ് 89-ൽ VS വിജയരാഘവൻ എന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വലിയ രീതിയിൽ വിജയം നേടി നിൽക്കുന്ന സമയത്താണ് പാർട്ടി എ വിജയരാഘവനെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത്. അന്ന് വന്ന് വിജയിക്കാൻ സാധിച്ചു. ഇപ്പോൾ പാർട്ടിക്ക് അതേ ഒരു പ്രതിസന്ധി ഇപ്പോൾ പാലക്കാട് നിലനിൽക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട പാലക്കാട് മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് അത് കഴിയുമെന്ന് തന്നെയാണ്. അല്ല, പാലക്കാട് നമ്മൾ തുടർച്ചയായിട്ട് ജയിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചെറിയൊരു വോട്ടിന് പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും ചില പ്രത്യേക സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരും. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ടു വന്ന ചില സവിശേഷതകളിൽ നിന്നാണ് നമ്മൾ ഈ നിയോജകമണ്ഡലം നഷ്ടപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് കൂടുതൽ ഇടതുപക്ഷ MP-മാർ ജയിക്കണം എന്നുള്ള നിലയിലാണ് പാർട്ടിയെ ചർച്ച ചെയ്തില്ല, പൊതുവെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിലും നമ്മളെടുത്തിട്ടുള്ള ഒരു സമീപനം അതാണ്. കേരളത്തിൽ നിന്ന് കൂടുതൽ MP-മാർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാവുക എന്നത്, ഇടതുപക്ഷ MP-മാർ ഉണ്ടാവുക എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ജനകീയ വിഷയങ്ങൾ ഉയർത്തി ഇന്ന് ഇന്ത്യ നേരിടുന്ന രാഷ്ട്രീയ സന്നിഗ്ധതയിൽ സാധാരണ മനുഷ്യൻ്റെ വിഷയങ്ങൾ ശക്തമായി പാർലമെൻറ്റിനകത്ത് ഉന്നയിക്കേണ്ടതുണ്ട്. അതിന് സഹായകരമായ രൂപത്തിൽ കേരളത്തിൻ്റെ കൂടിയ പ്രാതിനിധ്യം ഉണ്ടാവണം. അത് ഉറപ്പാക്കാനുള്ള ഒരു സ്ഥാനാർത്ഥി നിർണ്ണയമാണ് പാർട്ടിയുടെ കേരള സംസ്ഥാന കമ്മിറ്റി നടത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ നടത്തിയിട്ടുള്ളത് കേരള താല്പര്യങ്ങൾക്ക് വലിയ മുൻതൂക്കം നൽകുന്ന ഒന്നാണ്. പ്രതിപക്ഷമായിക്കോട്ടെ, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സമരാജ്ഞയൊക്കെ നമ്മൾ കണ്ടു. അതെല്ലാം വില പോകുമെന്ന് കരുതുന്നുണ്ടോ? സമരാജ്ഞയ്ക്ക് ചൂട് കുറവാണെന്ന് പറയുന്നത്. സമരാജ്ഞിയുടെ അടിസ്ഥാന ഉൽപ്പന്നം എന്താ? സമരാജ്ഞിയിൽ നിന്ന് ഒറ്റ ഉൽപ്പന്നം ഉണ്ടായിട്ടുള്ളൂ. അത് എന്താ പറയുക, അങ്ങനെ പറയാമോ? ഈ തെറിവാക്കിന് ഡിക്ഷണറി ഉണ്ടാവുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ ഒട്ടും കിട്ടാതെ പോയ ഒരു പ്രവർത്തനമായിരുന്നു നമ്മുടെ VD സതീശനും K സുധാകരനും നടത്തിയിട്ടുള്ള ആ ജാഥ. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ ഒരു പ്രത്യേക ചലനവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിനെ പൊതുവെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായി ഒരു ആൻറ്റി ഇൻകുംബൻസി ഫീലിംഗ് ഇല്ല എന്നാണ് ആ ജാഥ പോയതെന്ന് നമ്മുടെ അനുഭവം. അതുതന്നെയാണ് BJPയുടെ ജാഥയ്ക്കും ആ നിലയിലൊരു വലിയ സ്വീകാര്യതയൊന്നും കിട്ടിയില്ല. അവരുടെ ആൾക്കാർ കുറച്ചാൾ പോയി എന്നല്ലാതെ വലിയ സ്വീകാര്യത കിട്ടിയില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങളും ആ നയങ്ങൾ നടപ്പിലാക്കാനുള്ള പരിശ്രമവും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് മുന്നണിയും ഗവൺമെൻറ്റും പ്രവർത്തിച്ചത്. മന്ത്രിമാരുൾപ്പെടെ ഏറ്റവും താഴെ നിയോജകമണ്ഡലം തലം വരെ പോയിട്ടുണ്ട്. കേരള താല്പര്യങ്ങളാണ് അതിൽ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന വൈകല്യമോ ആത്മാർത്ഥതയുടെ കുറവോ കേരളത്തിനൊരു പരിമിതി ഉണ്ടാക്കുന്നില്ല. കേന്ദ്ര നയങ്ങളാണ് കേരളത്തിന് ഏറ്റവും വിഷമമുണ്ടാക്കുന്നത്. ഗവർണർ സ്ഥാനത്തെ പോലും നല്ല ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ കേന്ദ്രം ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. ആ ജനങ്ങളിലാണ് ഞങ്ങളുടെ വിശ്വാസം. ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന ഉറച്ച വിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. ഒരൊറ്റ ചോദ്യം കൂടിയും, ഈ BJPയുടെ പദയാത്രയ്ക്കിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞത്, നമ്മളോട് റിപ്പോർട്ടർ TVയോട് തന്നെ പറഞ്ഞത്, CPM ഇപ്പോൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാം പല്ലു ഒഴിഞ്ഞ സിംഹങ്ങളാണെന്നാണ്. അതൊക്കെ നമ്മൾ കടിക്കുമ്പോഴേ മനസ്സിലാവും. കൊഴിഞ്ഞിരുന്ന് എപ്പോഴാണ് മനസ്സിലാവുക? ഇതൊക്കെ നമ്മളെന്തറിയോ, അത് നമ്മുടെ രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ളവർ ആലങ്കാരികമായ ഭാഷയിൽ സംസാരിക്കുന്നതാണ്. ആലങ്കാരിക ഭാഷയിലുള്ള സംസാരത്തിന് മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. പാലക്കാട് വിജയം ഉറപ്പ് തന്നെയാണ്. നോക്ക് വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജനൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ പാലക്കാട്.